പരിപാടി. ഇപ്പോൾ പിള്ളേർക്കുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ വന്ന ശേഷം എനിക്ക് വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം കപ്പ ബിരിയാണി എനിക്ക് കപ്പ ഇതാക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് നേരം വൈകി പിള്ളേർക്ക് 1 മണിയാകുമ്പോഴേക്കും കൊടുക്കണ്ടേ. പക്ഷെ എല്ലാം പണി വാങ്ങി, കാരണം സമയം കുറേ ലേറ്റായി. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ പരിപാടികളിലേക്ക് കിടന്ന്. പിന്നെ ഇവിടെ ഈ കോഴിക്കോടൻ കപ്പയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വേവില്ല. നമ്മൾ എത്ര വേവിച്ചാലും ഒന്നും വേവില്ല. അങ്ങനെ അപ്പം നമ്മളിങ്ങനെ കുത്തി ഉടക്കണം. അപ്പം ഇനി ഇതൊക്കെ ആക്കിയിട്ട് കൊടുത്ത് വിടണം പിള്ളേരുടെ അടുത്ത്. എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി. പിന്നെ അതെ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലുലുന്ന് അതേ അച്ചാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതെ കപ്പേൻ്റെ എല്ല് വെന്ത് ഒക്കെ പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി കപ്പ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ആദ്യത്തെ ട്രിപ്പിൽ കുക്കറിൽ മൊത്തം കൊണ്ടില്ല, 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 2 ട്രിപ്പും കൂടെ അതിനകത്ത് ഇട്ട് കുഴച്ചിട്ട് വേണം കൊടുത്തു. ഇതിനകത്ത് അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും മല്ലിച്ചപ്പ് മാത്രം